ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ടെറസ്ട്രിയൽ എക്കോസ് ചാനൽ. ഇന്നിപ്പോൾ രാവിലെ വീട്ടിലൊരു ആമ്പലൊക്കെ വിരിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലോട്ടാണ്. അപ്പോൾ ഇന്ന് അപ്പവും ഒരു ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇന്നലത്തെ രാത്രി തന്നെ ഞാൻ ഗ്രീൻ പീസ് കുതിരാനിട്ടിരുന്നു. അപ്പോൾ അത് നല്ല കുതിർന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ: ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് 2 കുരുമുളക് വേണമെങ്കിൽ ഇടാം. അരച്ചെടുത്ത ശേഷം അത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്കൊരു പാൻ എടുക്കുക. പാൻ ചൂടായ ശേഷം അതിൻ്റെ അകത്തോട്ട് പെരിഞ്ജീരകം, സാധാരണ ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുക. ഒന്ന് ഫ്രൈ ആക്കിയ ശേഷം ഉള്ളി, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, തക്കാളി ഇവയെല്ലാം ചേർത്ത് അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മസാല കൂട്ടുകളൊക്കെ നമുക്കിടാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. വേണമെങ്കിൽ എരിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊരു ചുമന്ന മുളക് പൊടി ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ വേണമെന്നില്ല. പച്ചമുളകും കുരുമുളകും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നതാണ്. ആ എരി ധാരാളമാണെങ്കിൽ അത് മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂക്കണം. പിന്നെ അത് കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇടുന്നതിന് മുന്നേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പച്ചമുളകും അരച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇതോട് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. മൂത്ത് ഈ മസാലപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഇടാം. ഞാൻ മസാല എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തത് ഞാൻ ഇട്ടില്ല എന്നേ ഉള്ളൂ. മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് ജസ്റ്റ് മസാല നല്ല രീതിയിൽ ഒന്ന് കുക്കാവുന്നവരെ നമ്മൾ ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒരുവിധം മൂത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ഇതൊന്ന് നോക്കാം. പട്ടാണി ഗ്രീൻ പീസ് വേവിച്ചത് ഞാൻ അടുത്തതിന് കുക്കറിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായിട്ട് നല്ല ഇതായിട്ടിരിപ്പുണ്ട്, കുക്കായിട്ടിരിപ്പുണ്ട്. ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അത് ഈ മസാലയോട് ചേർക്കുക. മസാലയോട് ചേർത്ത് ഇതൊന്ന് തിള വരുന്നവരെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാനായിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇട്ട് തിളപ്പിക്കുക. നല്ല തിളച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കശകശ, അതായത് നമ്മുടെ പോപ്പി സീഡ്സും കൂടെ ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കുക. മഷി പോലെ അരച്ച് ഈ ഒരു മിശ്രിതത്തോട് നമ്മൾ ചേർക്കുക. ഇതിനോട് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാൻ കുറച്ച് കട്ടിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേളിൽ നമുക്ക് മല്ലിയില അല്ലെങ്കിൽ പുതിനയില, എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പുതിനയിലയാണ് ഇട്ടിരിക്കുന്നത്. പുതിനയുടെ ഫ്ലേവർ എനിക്കിഷ്ടമാണ്. അങ്ങനെ കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് ജസ്റ്റ് തിളപ്പിച്ച് വാങ്ങി വയ്ക്കുക. നമ്മുടെ ഗ്രീൻ പീസ് കറി തയ്യാർ. നമുക്ക് അപ്പത്തിനോടോ ചപ്പാത്തിയോടോ കൂടെയൊക്കെ കഴിക്കാം. ഇന്നിപ്പോൾ ഞാൻ രാവിലെ അപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പത്തിൻ്റെ വീഡിയോ കാണണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കാണണമെങ്കിൽ ഞാൻ മുമ്പ് ഈ ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം. ഇതിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ ഇന്നിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. മാവ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ. അതിനാണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി. ഗ്രീൻ പീസ് നമുക്ക് ചപ്പാത്തി, പൂരി ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് കറിയാണ്. എല്ലാവരും ഈ ഗ്രീൻ പീസ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് പറയുക.
താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.